തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ. നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ. ഹലോ, എന്താ? ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവനുണ്ടല്ലോ, പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ. ഇത് തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. ആ, നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതിക്കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ, എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ. നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ. പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. 30 ഏക്കറയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കി അത് ഒരു വശത്ത്. അങ്ങനെ ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അത് ഇല്ലാത്ത നല്ലത്. കാപ്പൊടിക്കാൻ വരൂ. രമയുടെ ചേട്ടനല്ലേ? ബാങ്കിൽ വെച്ചൊരിക്കാൻ കണ്ടിട്ടുണ്ട്. വരൂ, അകത്തിരിക്കാം. അമ്മേ,
എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഭൂമി, ഉഗ്രം വീട്. അധികം ആലോചിക്കാനൊന്നുമില്ല അച്ഛാ, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും. ചുമ്മാരടാ. അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും. എന്ന് വെച്ചാൽ പെണ്ണിന് ഇഷ്ടമുണ്ടേ അച്ഛാ. ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അലവലാദികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലേലും അവൾ എന്റെ പെങ്ങളല്ലേ. എന്നാലും നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ട്. അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോൾ പ്രായക്കുറവിന്റെ അടുത്തിയാട്ടത്തിൽ പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയില്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അത് ശരിയാ. ചുവരെടുത്ത്, ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട അച്ഛാ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതാ. ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പൊന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്. ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കാണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം. അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ. ഞാൻ ഊഹിച്ചു. അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി. ശങ്കരേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട, അമ്മണിയെടുത്തി എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ. പണ്ട് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവൻകുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പൊ വാക്കുമാറിയത് ഞാനാ. വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് വിവാഹം കഴിക്കാം. അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ. അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോ എന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാകും. അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാല് എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു? ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ വിളിക്കുമായിരിക്കും. സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി വരണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും. ചുമ്മാ അതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? എടാ, 2 കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്. മണ്ണാൻ കട്ടി ഒന്ന് പോടാടും. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ, പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട്?
രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം എന്ന് അച്ഛൻ. ആ വേലാതി കിടയിലാ അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതെ വെക്കൂ. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് ആണ്. ആ പാത്രം കൊണ്ട് മാറ്റി വെച്ചേ. ആ അല്ല ഇവിടെ വന്ന് നിൽക്കുക. നല്ല പാർട്ടിയാ. വാ മുന്നോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നത്. അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ. മഹാകവിയോ? ആ അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി കളിച്ചു. ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിന് ഒരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോട് നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ. അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ ഇവര് പുറപ്പെടുക അത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമ്മേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കിയില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ വരട്ടെ വരട്ടെ. എഴുതിയോ? വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിന് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. പ്രേമ നീ പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ വരുന്ന് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട. ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ പഠിക്കാൻ തന്നെ. ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലേ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും.
നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക്? സിനിമയ്ക്കോ? ഇന്നെന്താ ആഴ്ച? ഞായറാഴ്ച. എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ? ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ. അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമകള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പോയിക്കോ, വേണമെങ്കിൽ അമ്മയും വരാം. എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം. ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ചെല്ല്. ജ്ഞാനത്തിൽ ആയവർ തൻ ഗുണത്തിൽ മറഞ്ഞ ഈ ശക്തിയെ അങ്ങ് കണ്ടാൽ നാളെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ. വേണ്ട, ഞാനില്ല. അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി. അയ്യേ, എന്താ ഇത്? അമ്മ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ? അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലക്സാ. മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി. ദേ, പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട. തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി. നീ ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ? കുറച്ചവിടെ ഇട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷർട്ടിങ് തന്നെ. ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ട് എടുത്തോട്ടെ. കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകെ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ. വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയുമോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില്